മലക്കര കാത്തലിക് ടിവിയിലെ കാറ്റക്കേസിസ് എന്ന പഠന പരമ്പരയിലെ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പഠന പരമ്പരയിൽ നാം ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളെ പറ്റിയാണ്. മുൻപ് നാം കണ്ടതുപോലെ വിശുദ്ധ ഗ്രന്ഥം രണ്ടായി തിരിച്ചിരിക്കുന്നുവെന്നും അതിലെ പഴയ നിയമഭാഗം 4 തിരിച്ചിരിക്കുന്നുവെന്നും നാം മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ ഭാഗം പഞ്ചഗ്രന്ഥി എന്നും രണ്ടാമത്തെ ഭാഗം ചരിത്ര ഗ്രന്ഥങ്ങളെന്നും നമുക്കറിവുള്ളതാണ്. ഈ ചരിത്ര ഗ്രന്ഥങ്ങളെ പറ്റിയാണ് നാം ഇന്ന് പഠിക്കുവാനായി ശ്രദ്ധിക്കുക. ഇസ്രായേലിൻ്റെ ചരിത്രം കുറെ കൂടി വ്യക്തമായി രൂപപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ചരിത്ര ഗ്രന്ഥത്തിൽ നാം കാണുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചരിത്രപരമായ വിവരണങ്ങളാണ് ചരിത്ര ഗ്രന്ഥത്തിൽ നാം കാണുക. ജോഷുവ മുതൽ മക്കബയർ വരെയുള്ള ഗ്രന്ഥങ്ങളെയാണ് ചരിത്ര ഗ്രന്ഥങ്ങളെന്ന് നാം മനസ്സിലാക്കുക. അതായത് ജോഷുവ, ന്യായാധിപന്മാർ, 1-2 സാമുവേൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തം, എസ്ര, നെഹേമിയ, തോബിത്ത്, ജൂദിത്ത്, എസ്തേർ, 1-2 മക്കബയർ എന്നീ ഗ്രന്ഥങ്ങളാണ് ഈ വിഭാഗത്തിൽപ്പെടുക. പഞ്ചഗ്രന്ഥിയുടെ വിവരണങ്ങളിൽ നാം അവസാനത്തിലെത്തുമ്പോൾ നാം കാണുക വാഗ്ദാന ഭൂമിയുടെ പടിവാതിക്കലെത്തി നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്ര വിവരണങ്ങളാണ്. 40 നീണ്ട മത്സരങ്ങൾ മോശ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ അടിമയായിരുന്ന ഇസ്രായേൽ ജനം മോചിതരാവുകയും മരുഭൂമിയിലൂടെ ദീർഘദൂരം യാത്ര ചെയ്ത് 40 സംവത്സരങ്ങൾ യാത്ര ചെയ്ത് സീനായിലൂടെ മൊബാബ് സമുദ്രത്തിൽ എത്തി നിൽക്കുന്ന ചിത്രം നാം കാണുകയുണ്ടായി. അവിടെ മോശയുടെ പിൻഗാമിയായ ജോഷുവയിലൂടെയാണ് തുടർന്നുള്ള ചരിത്രം മുന്നേറുന്നത്. മൊബാബ് സമുദ്രത്തിലെത്തി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി നെബോ മലയിലേക്ക് കയറിപ്പോകുന്ന മോശയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ലല്ലോ. മോശയുടെ അന്ത്യനാളുകൾ നെബോ മലയിലായിരുന്നു എന്ന് പഞ്ചഗ്രന്ഥം നമ്മോട് വിവരിച്ചു തരുന്നു. അതിനുശേഷം ഇസ്രായേലിനെ നയിക്കുവാൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ആ തലമുറയിലെ ജോഷുവായും കാലേബും ഒഴികെ മറ്റാരും യോഗ്യരായിരുന്നില്ല എന്ന് പഞ്ചഗ്രന്ഥം വിവരിക്കുമ്പോൾ പിന്നീടുള്ള ഇസ്രായേലിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിനായി ദൈവം നിയോഗിച്ച മോശ കണ്ടെത്തിയ പ്രഗത്ഭനും ധീരനുമായ മോശയുടെ പിൻഗാമിയും നേതൃത്വ പാഠവുമുള്ളവനായിരുന്നു ജോഷുവ എന്ന് നാം കാണുന്നു. ജോഷുവ മുതൽ ആരംഭിക്കുന്ന ഈ ചരിത്രം മുന്നോട്ട് നീങ്ങുമ്പോൾ മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ വൈവിധ്യമാർന്ന ചരിത്രം നമുക്ക് കാണാനാവും. ദൈവിക ജീവനിലും നിത്യസന്തോഷത്തിലും പങ്കുപറ്റുവാൻ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ വർദ്ധിപ്പിക്കുകയും അവനോട് ഉടമ്പടി ചെയ്യുകയും ഉടമ്പടിയിൽ പരാജയപ്പെട്ടു പോയ മനുഷ്യനോട് ഉടമ്പടി നവീകരിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ പഞ്ചഗ്രന്ഥിയിൽ ഉടനീളം നാം ദർശിക്കുമ്പോഴും പാപം അതിന് തടസ്സമായി തീരുമ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിശ്വസിക്കുവാനും വിശ്വസ്തയോടുകൂടി ഉടമ്പടികളോട് തൽപരരാകുവാനും ഇസ്രായേലിനെ നിരന്തരം ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവത്തെ നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ പാപം മൂലം ഇവയൊക്കെ നഷ്ടമാക്കിയ ഇസ്രായേലിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവരെ നയിക്കുന്ന ഒരു വ്യത്യസ്തമായ ചരിത്രം ഈ ചരിത്ര ഗ്രന്ഥങ്ങളുടെ താളുകളിൽ വിവരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനാവും. ദൈവിക സഹവാസത്തിലേക്ക് ക്രമേണ നീങ്ങുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം, ഈ രക്ഷാചരിത്രം 3 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാനാവും. ഒന്ന്, രക്ഷാചരിത്രത്തിനുള്ള അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിക്കുള്ള ഒരുക്കം. രണ്ടാമത്തേത് പൂർത്തീകരണം. മൂന്നാമത്തേത് പ്രഘോഷണം. അപ്രകാരം നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഒരുക്കം എന്നത്
സൃഷ്ടി മുതൽ യേശു വരെയുള്ള കാലഘട്ടമാണ്. അത് മുഴുവൻ പഴയ നിയമത്തിൽ നാം വായിക്കുകയും കാണുകയും ഒക്കെ നാം ചെയ്യുന്നുണ്ട്. പൂർത്തീകരണം യേശുവിലും യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലുമാണ്. പ്രഘോഷണം യേശുവിൻ്റെ കാലഘട്ടം മുതൽ തുടർന്നുള്ള കാലഘട്ടമാണ്. അപ്രകാരം യേശു എന്ന ദൈവപുത്രൻ്റെ ജീവിതത്തെ കേന്ദ്രീകൃതമാക്കിയാണ് ഈ രക്ഷാകര ചിത്രം മുന്നോട്ട് നീങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. യേശുവിന് പിൻപുള്ള കാലഘട്ടം പൂർവ്വ ഇസ്രായേലിൻ്റെ ചരിത്രവും യേശുവിന് ശേഷമുള്ള കാലഘട്ടം പുതിയ ഇസ്രായേലിൻ്റെ ചരിത്ര കാലഘട്ടവുമായി നമുക്ക് തിരിക്കാം. അപ്രകാരം ഇസ്രായേലിൻ്റെ ചരിത്രത്തെ, പഴയ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ പൊതുവായി 7 ഭാഗങ്ങളായാണ് തിരിക്കുക. ഒന്നാമത്തെ ഭാഗം ആദ്യ ചരിത്രമാണ്. നാം ഈ ചരിത്രത്തിന് ഒരു ടൈം ലൈനിൽ അല്ലെങ്കിൽ ഒരു സമയ പട്ടികയിൽ ഒതുക്കുകയാണെങ്കിൽ ഏകദേശം BC 1850 വരെയുള്ള കാലഘട്ടമാണ് ഇതിൻ്റെ ഒന്നാം ഭാഗമായ ആദ്യ ചരിത്രം. ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ്. 1850 മുതൽ 1550 BC വരെയുള്ള കാലഘട്ടമാണ് പൊതുവെ ഈ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്ര കാലഘട്ടമായി നാം മനസ്സിലാക്കുക. തുടർന്നുള്ളത് ഇസ്രായേലിൻ്റെ അടിമത്തവും പുറപ്പാടുമായിരുന്നു. അത് ഏകദേശം 1500 1250 BC എന്നീ കാലഘട്ടത്തിലാണ്. തുടർന്ന് വരുന്ന കാലഘട്ടം, നാലാമത്തെ കാലഘട്ടം, വാഗ്ദാന ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ കാലഘട്ടമാണ്. 1250 മുതൽ 1030 വരെയുള്ള കാലഘട്ടങ്ങൾ. ആ കാലഘട്ടമാണ് ജോഷുവ, ന്യായാധിപന്മാർ എന്നീ ഗ്രന്ഥങ്ങളിൽ പൊതുവെ നാം കാണുക. തുടർന്ന് വരുന്ന അഞ്ചാമത്തെ കാലഘട്ടമാകട്ടെ രാജവാഴ്ചയുടെ കാലഘട്ടമാണ്. ഇസ്രായേലിലെ രാജവാഴ്ചയുടെ കാലഘട്ടം ഏകദേശം BC 1030 മുതൽ BC 587 വരെയുമുള്ള ഏകദേശം 500 വർഷത്തോളം നീണ്ടുനിന്ന ഒരു കാലഘട്ടമാണ് ഈ രാജവാഴ്ചയുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തെ 3 ഭാഗങ്ങളായി, ഉപവിഭാഗങ്ങളായി വീണ്ടും നമുക്ക് തിരിക്കാനാവും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഈ രാജവാഴ്ചയുടെ കാലഘട്ടം അവിഭക്ത രാജ്യം, വിഭക്ത രാജ്യം, യൂദ മാത്രമുള്ള ഒരു കാലഘട്ടമെന്നും 3ആയി തിരിക്കാനാവും. അവിഭക്ത കാലഘട്ടം എന്ന് പറയുന്നത് BC 1030 മുതൽ BC 930 വരെയുള്ള ഒരു കാലഘട്ടമാണ്. രണ്ടാമത്തെ വിഭജിക്കപ്പെട്ട രാജ്യം അല്ലെങ്കിൽ വിഭക്ത കാലഘട്ടം എന്ന് പറയുന്നത് BC 930 മുതൽ BC 721 വരെയുള്ള കാലഘട്ടമാണ്. തുടർന്നുള്ള കാലഘട്ടം യൂദാ രാജ്യം മാത്രം നിലനിന്നിരുന്ന 721 മുതൽ 587 BC വരെയുള്ള കാലഘട്ടമാണ്. തുടർന്ന് വരുന്ന കാലഘട്ടം വിപ്രവാസത്തിൻ്റെ കാലഘട്ടമാണ്. ഈ വിപ്രവാസത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 587 മുതൽ BC 538 വരെയുള്ള ഒരു കാലഘട്ടമാണ്. വിപ്രവാസാനന്തര കാലഘട്ടമാണ് ഏഴാമത്തേതും അവസാനത്തേതുമായ കാലഘട്ടം. ഇത് ഏകദേശം BC 538 മുതൽ AD 135 വരെയുള്ള ഒരു നീണ്ട കാലഘട്ടമാണ്. ഈ വിപ്രവാസാനന്തര കാലഘട്ടം 3ആയി നമുക്ക് വീണ്ടും തിരിക്കാനാവും. 3 ആധിപത്യങ്ങളുടെ കാലഘട്ടമാണ് ഈ വിപ്രവാസാനന്തരമുള്ള കാലഘട്ടം. അതായത് BC 538 മുതൽ AD 135 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് പേർഷ്യൻ ആധിപത്യവും ഗ്രീക്ക് ആധിപത്യവും റോമൻ ആധിപത്യവും ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലും ചരിത്ര പുസ്തകങ്ങളിലുമൊക്കെ വിവരിക്കപ്പെടുന്ന കാലഘട്ടങ്ങൾ. പേർഷ്യൻ ആധിപത്യമാകട്ടെ BC 538 മുതൽ BC 332 വരെയും, ഗ്രീക്ക് ആധിപത്യം BC 332 മുതൽ BC 63 വരെയും, റോമൻ ആധിപത്യം BC 63 മുതൽ AD 135 വരെയുള്ള കാലഘട്ടമാണ്. ഇവിടെ നാം കാണുക ഇസ്രായേലിൻ്റെ ഈ കാലഘട്ടത്തിലൂടെയുള്ള പ്രയാണത്തെയാണ്. എങ്ങനെയാണ് ചരിത്രത്തിൻ്റെ അനുഭവത്തിലൂടെ ഇസ്രായേൽ സഞ്ചരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ജോഷുവ എന്ന ഗ്രന്ഥത്തിലേക്ക് നമുക്ക് കടക്കാം.
ജോഷുവ ഇസ്രായേലിനെ നയിച്ച ശക്തനും ധീരനുമായ മോശയുടെ പിൻഗാമിയായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇസ്രായേലിനെ ശക്തവും ധീരവുമായി നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മോശയുടെ പിൻഗാമിയായ ജോഷുവയാണ് കാനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ ദൈവം അനുവദിച്ച 2 വ്യക്തികളിൽ ഒരുവനെന്ന് നമുക്കറിയാം. ഈ ജോഷുവയിലൂടെ ഇസ്രായേൽ നേടിയ അനുഗ്രഹത്തിൻ്റെയും ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്രങ്ങളുടെയും ഒരു വിവരണം ജോഷുവയുടെ ഗ്രന്ഥത്തിൽ നിന്ന് നാം വായിക്കുന്നുണ്ട്. ജോഷുവയുടെ ഗ്രന്ഥത്തെ പ്രധാനമായും 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യമായി ഇസ്രായേൽ കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് ഇസ്രായേൽ കാനാനിലേക്ക് പ്രവേശിക്കുന്ന 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. തുടർന്ന് സദേൺ ക്യാമ്പയിൻ, അതായത് ആദ്യമായി നടത്തുന്ന ഇസ്രായേൽ പ്രവേശിക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിലെ രാജ്യങ്ങളെ കീഴടക്കുന്ന ചരിത്രം 9 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലും, നോർത്തേൺ ക്യാമ്പയിൻ 11 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലും, തുടർന്ന് 13 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ ഇപ്രകാരം കീഴടക്കിയ രാജ്യങ്ങളെ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കുമായി വിഭജിച്ചു നൽകുന്നതുമായി വിവരിച്ചിരിക്കുന്നു. തുടർന്ന് ജോഷുവയുടെ വിടവാങ്ങൽ പ്രസംഗത്തോടുകൂടി 23 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളോടുകൂടി ജോഷുവയുടെ ഗ്രന്ഥം അവസാനിക്കുന്നത് നമുക്ക് കാണാനാവും. ഇവിടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ ജോഷുവയുടെ ഗ്രന്ഥത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാനാൻ നാട്ടിലേക്ക് ചാരന്മാരെ അയക്കുന്നതും കാനാൻ നാട്ടിലെ സ്ഥിതിവിവരങ്ങളെപ്പറ്റി വിവരങ്ങൾ ശേഖരിക്കുന്നതുമൊക്കെ നാം കാണുന്നുണ്ട്. അപ്രകാരം സ്ഥിതിവിവരം അന്വേഷിക്കാൻ കടന്നുപോയ ഇസ്രായേൽ ജനം 2 ഗ്രൂപ്പുകളായി നമുക്ക് കാണാനാവും. അവിടെ ജോഷുവയെ അനുസരിക്കുകയും ജോഷുവയുടെ വാക്കുകളെ ആദരിക്കുകയും ചെയ്യുന്ന ഏതാനും വ്യക്തികളും, ദൈവാശ്രയമില്ലാതെ ജോഷുവയെ അനുസരിക്കാത്ത അംഗീകരിക്കാത്ത ഒരു വിഭാഗത്തെയും കാണാം. എന്നാൽ ജോഷുവയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചാരന്മാർ കാനാൻ നാട്ടിലെ വിവിധ ജാതികളായ ഭിന്നരായ മനുഷ്യരുടെ അനുഭവങ്ങളെപ്പറ്റി ജോഷുവയെ അറിയിക്കുന്നതും ഒരു വിധവയുടെ അല്ലെങ്കിൽ റാഹാബ് എന്ന വേശ്യയുടെ ഭവനത്തിൽ പ്രവേശിച്ച് ജോഷുവയ്ക്ക് അനുകൂലമായി റാഹാബ് എന്ന സ്ത്രീ ഇസ്രായേലിൻ്റെ പ്രവേശനത്തിന് സാഹചര്യമൊരുക്കുന്നതുമൊക്കെ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വചനത്തിൽ നാം കാണുന്നുണ്ട്. അപ്രകാരം ദൈവത്തെ അറിയുന്ന ഒരു സ്ത്രീയിലൂടെ, ഒരു നിസ്സാരയായ സ്ത്രീയിലൂടെ ഇസ്രായേൽ ജനത്തിന് കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ ഒരു കവാടം ദൈവം തന്നെ ഒരുക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം BC 13-ാം നൂറ്റാണ്ടിലാണ് കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതായി നാം മനസ്സിലാക്കുക. വാഗ്ദാന ഭൂമിയിൽ ഇസ്രായേൽ പ്രവേശിക്കുമ്പോൾ രാജ്യം മുഴുവനും വ്യത്യസ്തരായ നാട്ടുരാജ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഓരോ രാജ്യങ്ങളും പരസ്പരം പോരടിക്കുകയും പരസ്പരം ഭിന്നമായി ചിന്തിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത ആരാധനകളും വ്യത്യസ്ത മതചിന്തകളും വ്യത്യസ്തമായ അനുഭവങ്ങളുമുള്ള നാട്ടുരാജ്യങ്ങളുടെ ഒരു സമാഹാരമായിരുന്നു ഇസ്രായേൽ ജനം കാനാൻ നാട്ടിൽ പ്രവേശിക്കുന്ന കാലഘട്ടങ്ങളിൽ. ഇവരോടെല്ലാം പോരാടി ജയിച്ചു വേണമായിരുന്നു ഇസ്രായേലിന് കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ. ഇസ്രായേലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന് ഏറ്റവും അധികം പ്രതിരോധമുയർത്തിയ രാജ്യമായിരുന്നു ഫിലിസ്ത്യർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ ദൈവം നയിക്കുന്ന ഇസ്രായേലിൻ്റെ സൈന്യാധിപനായി ജോഷുവ പ്രത്യക്ഷപ്പെടുന്നതും ജോഷുവയുടെ പിന്നിൽ ഇസ്രായേലിൻ്റെ ജനം അണിനിരക്കുന്നതുമൊക്കെ നമുക്കിവിടെ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. ശക്തരായ സൈന്യങ്ങളെ നേരിടേണ്ടിയിരുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അങ്ങനെ ഫിലിസ്ത്യരെയും മറ്റു നാട്ടുരാജ്യങ്ങളെയും തോൽപ്പിച്ച് വേണമായിരുന്നു ഇസ്രായേലിന് നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ. ജോഷുവയുടെ നേതൃത്വത്തിൽ വലിയ ആയുധ സന്നാഹങ്ങളൊന്നുമില്ലാതിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കരബലത്താൽ ജെറീക്കോ മതിൽ പോലെയുള്ള അതിഭീകരമായ തടസ്സങ്ങളും എതിർപ്പുകളുമൊക്കെ കടന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ
ജോഷുവായുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് മുന്നോട്ട് നീങ്ങുവാനായി. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര കലഹവും ആഭ്യന്തര കലാപങ്ങളുമൊക്കെ ഇസ്രായേൽ ജനത്തിന് അനുകൂലമായി തീർന്നു. അതോടൊപ്പം തന്നെ ജോഷുവായോട് ചില നാട്ടുരാജ്യങ്ങൾ സഖ്യമുണ്ടാക്കുകയും അപ്രകാരം ഇസ്രായേലിന് അവിടെ പ്രവേശിക്കുവാൻ സാധ്യതമാകുന്ന ചില സാധ്യതകൾ ഉണ്ടാകുകയും ചെയ്തു എന്ന് നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാനാവും. ദൈവമാണ് ഇസ്രായേലിനെ നയിക്കുന്നതെങ്കിലും സൈന്യാധിപനായി ഇടപെടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ജോഷുവ തന്നെയായിരുന്നു. ചാരന്മാരെ നിയോഗിക്കുന്നതും യുദ്ധത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതും സന്ധിയിലേർപ്പെടുന്നതും കീഴടക്കുന്ന രാജ്യങ്ങൾ 12 ഗോത്രങ്ങൾക്കായി വിഭജിച്ച് നൽകുന്നതും ഒക്കെ ഈ ജോഷുവയുടെ ഗ്രന്ഥത്തിൽ വിവരിക്കുമ്പോൾ ഇസ്രായേൽ ക്രമേണ കാനാൻ നാട്ടിൽ പാദമൂന്നുവാനും അങ്ങനെ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതിൻ്റെ വിവരണം ജോഷുവയുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് ജോഷുവയുടെ ഗ്രന്ഥത്തിന് ശേഷം നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷെക്കേമിൽ വെച്ച് ജോഷുവയുടെ നേതൃത്വത്തിൽ ഉടമ്പടി നവീകരിക്കുന്നത്. കാനാൻ നാട്ടിൽ പ്രവേശിച്ച ഇസ്രായേൽ ജനം ഉടമ്പടിയുടെ ജനമായിരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോഷുവ തൻ്റെ മരണത്തിന് മുൻപ് ഉടമ്പടി നവീകരിക്കുന്ന വിവരണം ജോഷുവയിൽ നമുക്ക് കാണാൻ സാധിക്കും. ജോഷുവയുടെ മരണത്തിന് ശേഷം പിന്നീട് നമുക്ക് കാണാനാവുക ന്യായാധിപന്മാരുടെ ചരിത്രമാണ്. ന്യായാധിപന്മാരുടെ ചരിത്ര വിവരണമാണ്. ഇസ്രായേൽ കീഴടക്കിയ പ്രദേശങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പുതിയവ കൈവശപ്പെടുത്തുവാനും ധാരാളം യുദ്ധങ്ങളും നേതൃത്വവും ആവശ്യമായിരുന്നു. അങ്ങനെ ഇസ്രായേലിന് ജോഷുവ എന്ന നേതാവിന് ശേഷം ലഭിച്ച നേതാക്കന്മാരായിരുന്നു ന്യായാധിപന്മാർ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പ്രധാനമായും 12 ന്യായാധിപന്മാരുടെ ജീവചരിത്രങ്ങളാണ്, അവരുടെ യുദ്ധങ്ങളാണ്, അവരുടെ നേട്ടങ്ങളാണ് പ്രധാനമായും വിവരിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനാവുക. പ്രകാരം ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നേതൃത്വം നൽകിയ 12 ന്യായാധിപന്മാർ താഴെ പറയുന്നവയാണ്. 1 ഒത്തനിയേൽ, 2 യഹൂദ്, ഹങ്കാർ, ദബോറ ബാറാഖ്, ഗിദയോൻ, തോല, ജായിർ, ജഫ്ത, ഇബ്സോർ, ഏലോൻ, അബ്ദോൻ, സാംസൺ എന്നിവരാണ്. ന്യായാധിപന്മാർ ഇസ്രായേലരുടെ ചരിത്രത്തിലും അവരുടെ നേതൃത്വത്തിലും ഒരു സ്ഥിരം സംവിധാനമായിരുന്നില്ല. മറിച്ച് ഒരു പ്രതിസന്ധിയോ ഒരു ബുദ്ധിമുട്ടോ ഒരു വെല്ലുവിളിയോ നേരിടുമ്പോൾ താൽക്കാലികമായ ഒരു നേതൃത്വമായിരുന്നു, ഒരു സംവിധാനമായിരുന്നു ഈ ന്യായാധിപന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആവശ്യം കഴിയുമ്പോൾ അവർ അവരുടെ ദൗത്യത്തിൽ നിന്നും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയും അവർ ജീവിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഇസ്രായേലിൻ്റെ ഒരു കെട്ടുറപ്പിന്, പരിപൂർണമായ ഒരു കെട്ടുറപ്പിന് ന്യായാധിപന്മാരുടെ സംവിധാനം പരിപൂർണ അല്ലെങ്കിൽ ഒരു സ്ഥിരമായ സൊല്യൂഷനോ ഒരു പരിഹാരവുമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വെല്ലുവിളി ഇസ്രായേൽ ഉയർത്തിയവരാണ് ഫിലിസ്ത്യർ. അതിൻ്റെ കാരണം കടൽ മനുഷ്യരെന്നാണ് ഫിലിസ്ത്യരെ മനസ്സിലാക്കിയിരുന്നത്. വളരെയേറെ യുദ്ധ സംവിധാനങ്ങളും വളരെയേറെ പ്രാഗൽഭ്യം നേറിയ യുദ്ധമുറകളുമൊക്കെ അഭ്യസിച്ചിരുന്നവരായിരുന്നു ഈ ഫിലിസ്ത്യർ. ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും മറ്റ് യുദ്ധ സംവിധാനങ്ങളുമൊക്കെ ഉപയോഗിക്കാൻ പ്രാപ്തരായിരുന്ന ഫിലിസ്ത്യരെ സാധാരണ ഗ്രാമീണമായ രീതിയിൽ നേരിടുവാൻ അസാധ്യമായിരുന്നു. കൃഷി ഉപകരണങ്ങളും മറ്റ് സാധാരണ ഉപകരണങ്ങളും കൊണ്ട് ഇസ്രായേൽ അവരുടെ നേരിടേണ്ടി വന്ന, ചെറുത്തു നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇസ്രായേലിൻ്റെ ഈ ന്യായാധിപന്മാരുടെ കാലത്ത് നമുക്ക് വായിക്കാനാവും. ഇസ്രായേലിൽ ആ കാലഘട്ടങ്ങളിൽ വലിയ ശക്തിയേറിയ ന്യായാധിപന്മാർ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു സൂചന സാംസന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാനാവും. പുരുഷന്മാരും സ്ത്രീകളുമായ ന്യായാധിപന്മാർ ഇസ്രായേലിൽ യുദ്ധത്തിന് നേതൃത്വവും മറ്റ് നേതൃത്വ പാഠവുമുള്ളവരുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നാം കാണുമ്പോൾ ദബോറ ബാറാഖ് ഒരു സ്ത്രീയായ ന്യായാധിപനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാംസന്റെ ചരിത്രവും സാംസന്റെ പരാജയവും ഒക്കെ നമുക്ക് കാണാനാവും. ഇസ്രായേലിൻ്റെ
ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ന്യായാധിപനായിരുന്നു സാംസനെങ്കിലും സാംസന്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പരാജയം മൂലം സാംസന്റെ വ്യക്തിജീവിതത്തിലും ഇസ്രായേലിൻ്റെ കെട്ടുറപ്പിലും വലിയ വിള്ളൽ വരികയും സാംസൺ വധിക്കപ്പെടുകയും ചെയ്യുന്ന ചരിത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സവിസ്തരം വിവരിച്ചിരിക്കുന്നത് നാം ആവേശത്തോടെ വായിക്കാറുണ്ടല്ലോ. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സാംസന്റെ ജീവിതാനുഭവവും ജീവിത രീതിയും ഇസ്രായേലിൻ്റെ തന്നെ ഒരു ജീവിത രീതിയായി നമുക്ക് കാണാനാവും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനം ഈ ന്യായാധിപന്മാരുടെ കാലത്തിന് ശേഷം തങ്ങൾക്ക് ശക്തമായ നേതൃത്വം വേണമെന്ന് ആഗ്രഹിക്കുകയും ഭരണം കുറെ കൂടുതൽ കെട്ടുറപ്പുള്ളതാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനാവും. ഇസ്രായേലിൻ്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും അവസാനത്തെ ന്യായാധിപനായിരുന്നു സാമുവൽ. സാമുവൽ ഇസ്രായേലിൻ ന്യായാധിപ ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും വായിക്കാനാവും. അങ്ങനെ സാമുവേലിൻ്റെ ന്യായാധിപ ശുശ്രൂഷയുടെ സമയത്ത് പോലും ഇസ്രായേലിന് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ സാമുവേലിൻ്റെ ചരിത്രത്തോടു കൂടി ഇസ്രായേലിൻ്റെ ന്യായാധിപന്മാരുടെ ചരിത്രം അവസാനിക്കുന്നത് നമുക്ക് കാണാനാവും. ഇങ്ങനെ നാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ, കൂടുതൽ ശ്രദ്ധയോടുകൂടി നോക്കുമ്പോൾ, ഈ രക്ഷാകര ചരിത്രം പുരോഗമിക്കുമ്പോൾ, ദൈവിക വെളിപാട് പുരോഗമിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത് പഴയ നിയമത്തിൻ്റെ ഉൽപ്പത്തിയിലും പുറപ്പാടിലുമൊക്കെ ദൈവത്തെ ഇടയനായി കാണുന്ന ഒരു രീതി ഇസ്രായേലിൽ പുരോഗമിക്കുമ്പോൾ പുറപ്പാടിൽ വിമോചകനായി ഇസ്രായേലിനെ നയിക്കുന്ന ഒരു ദൈവത്തെ കാണാനാവും. എന്നാൽ ജോഷുവ, ന്യായാധിപന്മാർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ദൈവത്തെ സൈന്യാധിപനായി മനസ്സിലാക്കുന്ന, അവതരിപ്പിക്കുന്ന ഒരു രീതി, ഒരു ചിന്ത ഉയർന്നു വരുന്നത് നമുക്ക് കാണാനാവും. യുദ്ധം നയിക്കുന്ന യഹോവയായ ദൈവം, ആയുധമെടുത്ത് പോരാടുന്ന ഒരു ദൈവത്തെ പറ്റിയുള്ള ഒരു ചിന്ത ഇസ്രായേൽക്കാരിൽ വളർന്നു വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. രാജാക്കന്മാർ ഭയന്ന് പറയ്ക്കുന്നു. ദൈവം ഇസ്രായേലിന് യുദ്ധത്തിന് ജയം നൽകുന്ന ഒരു ചിന്ത. ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായി അവരെന്നും വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്നു. ദൈവം ഇസ്രായേലിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അവർക്ക് വിജയം നൽകിക്കൊണ്ട് സൈന്യാധിപനായ ദൈവം അവർക്ക് മോചനവും അവർക്ക് താമസിക്കുവാൻ ഇടങ്ങളും നൽകിക്കൊണ്ട് ഇസ്രായേലിനെ നയിക്കുന്ന ഒരു ചിത്രമാണ്, ഒരു ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുക. അങ്ങനെ വാഗ്ദാന ഭൂമിയിൽ വാസമുറപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തിന് വാഗ്ദാന പേടകവും സമാഗമ കൂടാരവും ദൈവത്തിൻ്റെ ഒരു സ്ഥിരം വാസസ്ഥലമായി മാറുന്നതിൻ്റെ ഒരു ചിത്രവും കൂടി നമുക്കിവിടെ കാണാനാവും. അങ്ങനെ ഇസ്രായേലിനോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാന പേടകവും സാക്ഷി കൂടാരവും സമാഗമ കൂടാരവുമൊക്കെ പ്രധാനമായും ഈ കാലഘട്ടത്തിൽ 5 നഗരങ്ങളിലാണ് സ്ഥാപിച്ചത്. അപ്രകാരം ദൈവത്തിൻ്റെ സ്ഥിരവാസസ്ഥലമായ സമാഗമ കൂടാരവും വാഗ്ദാന പേടകവും ഇസ്രായേലിൻ്റെ ഗിൽഗാൽ, ഷെക്കം, ഷീലോ, ബത്ഷേമേഷ്, കിരിയാത്ത് എന്നീ മലകളിൽ, എന്നീ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ചുകൊണ്ട് അവിടങ്ങളിലേക്ക് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനം ദൈവ സാന്നിധ്യം തേടി തീർത്ഥാടനം ചെയ്യുന്നതായി ചരിത്രം വിവരിക്കുമ്പോൾ സർവ്വവ്യാപിയായിരുന്ന ദൈവം, സർവ്വവ്യാപിയായ ഇസ്രായേലിന് മനസ്സിലാക്കിയിരുന്ന ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് വസിക്കുന്ന ഒരനുഭവം, ഒരു വിശ്വാസം ഇസ്രായേലിൽ പ്രബലപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇസ്രായേലിൻ്റെ ജോഷുവ, ന്യായാധിപന്മാർ തുടങ്ങിയവരുടെ കാലഘട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജോഷുവ, ന്യായാധിപന്മാർ തുടങ്ങിയ ഗ്രന്ഥത്തിലെ ഇസ്രായേലിൻ്റെ ചരിത്ര വിവരണത്തിന് ശേഷം നാം കാണുന്ന വളരെ ചെറിയ ഒരു പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം. അതിനുശേഷമാണ് 1-2 സാമുവേലിൻ്റെ പുസ്തകവും 1-2 രാജാക്കന്മാരുടെ പുസ്തകവും അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ജോഷുവ, ന്യായാധിപന്മാർ എന്നീ പുസ്തകത്തിന് ശേഷം സാമുവേൽ, രാജാക്കന്മാർ എന്നീ പുസ്തകത്തിൻ്റെ മധ്യത്തിലായി റൂത്തിൻ്റെ ഗ്രന്ഥം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് കാരണം
രാജാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ രാജവംശത്തെയും ഇസ്രായേലിൻ്റെ മുൻപുള്ള ന്യായാധിപന്മാരുടെ ചരിത്രത്തെയും പറ്റി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ദാവീദിൻ്റെ മുത്തശ്ശിയായ റൂത്തിൻ്റെ ചരിത്രം. ഒരു സംഭവം എന്നതിനേക്കാൾ ഉപരിയായി വിജാതീയ സമൂഹത്തിന്, വിജാതീയ ജനത്തിന് രക്ഷാ ചരിത്രത്തിലേക്കുള്ള ഒരു പ്രവേശനവും ഒരു കവാടവുമാണ് റൂത്തിൻ്റെ ചരിത്രം. മൊവാബിയ സ്ത്രീയായ ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്വീകരിച്ച ഒരു സ്ത്രീരത്നമായിരുന്നു റൂത്ത്. സ്വഭാവഗുണം കൊണ്ടും ദൈവവിശ്വാസം കൊണ്ടും ജന്മം കൊണ്ട് വിജാതിയായിരുന്നെങ്കിലും കർമ്മം കൊണ്ടും വിശ്വാസം കൊണ്ടും വിശ്വസ്തയായിരുന്ന ഒരു സ്ത്രീരത്നമാണ് റൂത്ത്. ആ റൂത്തിലൂടെ രക്ഷാകര പദ്ധതി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വിവരിക്കുന്നതിനാണ് റൂത്തിൻ്റെ പുസ്തകം സാമുവേലിൻ്റെ പുസ്തകത്തിനും രാജാക്കന്മാരുടെ പുസ്തകത്തിന് മുൻപായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശേഷം ക്രമീകരിച്ചിരിക്കുക. റൂത്തിൻ്റെ ജീവചരിത്രമൊക്കെ നാം അനേകം തവണ വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. റൂത്ത് എന്ന വ്യക്തിയിലൂടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിന് ഒരു കവാടമായി തീരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ റൂത്തിൻ്റെ ജീവചരിത്രം, റൂത്തിൻ്റെ ജീവിതം, റൂത്ത് എന്ന സ്ത്രീ ഇസ്രായേലിൻ്റെ രക്ഷാകര പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഈ റൂത്താണ് ഇസ്രായേലിൻ്റെ ഏറ്റവും മഹോന്നതനായ രാജാവായ ദാവീദിൻ്റെ മുത്തശ്ശിയായി മാറുന്നത് എന്ന റൂത്തിൻ്റെ പുസ്തകം നമ്മോട് വിവരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനാവും. അങ്ങനെ സാമുവേലിൻ്റെ കാലത്തോടുകൂടി ഇസ്രായേലിൻ്റെ അവസാനത്തെ ന്യായാധിപനായിരുന്ന സാമുവേലിൻ്റെ വിശ്വസ്തമായ ശ്രേഷ്ഠമായ ശുശ്രൂഷ ഇസ്രായേലിന് ലഭിക്കുന്നതിൻ്റെ ചിത്രം 1-2 സാമുവേലിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും നാം വായിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെയും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെയേറെ വെല്ലുവിളികളും പോരാട്ടങ്ങളും പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മുൻപെന്നതുപോലെ തന്നെ ഫിലിസ്തീർ തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിലൊക്കെ ഇസ്രായേലിനോട് ഏറ്റവും ശത്രുത പുലർത്തുകയും ഏറ്റവും വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിരുന്ന അയൽ രാജ്യം, കാനാൻ നാട്ടിലെ അയൽ രാജ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സാമുവേലിൻ്റെ കാലത്തോടുകൂടി ന്യായാധിപ സംവിധാനം അവസാനിച്ചു. സാമുവേൽ എങ്ങനെയാണ് വളരെ വിശ്വസ്തയോടും ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ചും ന്യായാധിപ വൃത്തി ചെയ്തിരുന്നതോ എന്ന് അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സുസാന എന്ന നിർമ്മലയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ സാമുവേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. സാമുവേൽ വൃദ്ധനാവുകയും ഇസ്രായേലിൻ്റെ വെല്ലുവിളികൾ തുടരുകയും ചെയ്തു എന്ന് നാം വായിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്ന സാമുവേലിൻ്റെ മക്കൾ നേതൃത്വ പാഠം കുറഞ്ഞവരും വിശ്വസ്തതയിൽ ഗുണനിലവാരം കുറഞ്ഞവരുമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സാമുവേലിൻ്റെ കാലം തൊട്ട് മറ്റ് വിജാതീയ രാജാക്കന്മാരെ പോലെ മറ്റ് വിജാതീയ നാട്ടുരാജ്യങ്ങളിൽ അവർക്കുള്ള സംവിധാനം പോലെ ഒരു രാജാവിന് വേണ്ടി ജനം നിലവിളിക്കുന്ന ചരിത്രമാണ് 1 സാമുവേൽ 8-ാം അധ്യായം നമ്മോട് വിവരിക്കുക. ഒരു രാജാവിന് വേണ്ടി മറ്റ് രാജ്യങ്ങൾക്കുള്ളതുപോലെ തങ്ങൾക്കും രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ദൈവത്തിൻ്റെ ആവശ്യത്തോട് സാമുവേൽ മറുത്തു പറയുകയോ എതിർത്തു പറയുകയോ ചെയ്യുന്നതിന് പകരം മൗനമായി അതിനെ അംഗീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ 1 സാമുവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം അധ്യായത്തിലും ഇസ്രായേലിൻ്റെ മറ്റൊരു പുതിയ പന്ഥാവിലേക്ക് തിരിയുന്ന, പുതിയ ചരിത്ര വഴികളിലേക്ക് തിരിയുന്ന ഇസ്രായേലിൻ്റെ ജീവിതം നമുക്ക് കാണാനാവും. ഇസ്രായേലിൽ ആദ്യമായി രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന, രാജഭരണത്തിലേക്ക് നീങ്ങുന്ന, ആ സംവിധാനത്തിലേക്ക് നീങ്ങുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം നാം കാണുകയാണ്. അങ്ങനെ ദൈവേഷ്ടപ്രകാരം ദൈവം തിരഞ്ഞെടുത്ത രാജാവായിരുന്നു സാവൂൾ. ഇസ്രായേലിൻ്റെ പ്രഥമവും ശക്തനുമായ രാജാവായിരുന്നു സാവൂൾ എന്ന് നമുക്ക് കാണാനാവും.
സാവൂളിൻ്റെ കാലത്തോടുകൂടി ഇസ്രായേലിൻ്റെ ചരിത്രം രാജഭരണത്തിൻ്റെ പന്താവിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ആദ്യത്തെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട സാവൂൾ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ശക്തിയും നിറഞ്ഞവനായി ഇസ്രായേലിനെ നയിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ തൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലുകയും ലൗകികമായതിലേക്കൊക്കെ തിരിയുകയും ചെയ്തപ്പോൾ ദൈവം നൽകിയ രാജത്വം എന്ന് പറയുന്ന പദവി തിരിച്ചെടുക്കപ്പെടുകയും, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ രാജാവിന് പകരം മറ്റൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം തീരുമാനിക്കുന്ന ചരിത്രം പിന്നീട് നമുക്ക് ഇസ്രായേലിൽ കാണാനാവും. അപ്രകാരം തിരസ്കരിക്കപ്പെട്ട സാവൂളിൻ്റെ സ്ഥാനത്ത് ഉയർന്നു വരുന്ന ശക്തനായ രാജാവാണ് ദാവീദ് രാജാവ്. സാവൂൾ രാജാവ് അനുസരണക്കേടിൻ്റെയും അവിശ്വസ്തതയുടെയും പാതയിൽ നടന്നപ്പോൾ ദൈവം അവന് പകരക്കാരനായി ദാവീദ് എന്ന രാജാവിനെ, ജസ്സയുടെ ഇളയപുത്രനെ തിരഞ്ഞെടുക്കുന്ന ചരിത്രം, വളരെ മനോഹരമായ ചരിത്രം നാം സാമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രഗൽഭനും ശക്തനും ദൈവകൃപ നിറഞ്ഞവനുമായ രാജാവായിരുന്നു ദാവീദ് രാജാവ്. ദാവീദ് രാജാവിൻ്റെ രാജഭരണത്തിന് കീഴിൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളും ഒന്നിച്ചു ചേർക്കപ്പെട്ടു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യുദ്ധതന്ത്രങ്ങളും പ്രാഗൽഭ്യവുമൊക്കെ സാമുവേലിൻ്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും സവിസ്തരം വിവരിച്ചിട്ടുണ്ട്. ദാവീദ് രാജാവ് ഇസ്രായേലിൽ രാജാവായതിനു ശേഷം നേടിയ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ നേതൃത്വവും ഇസ്രായേലിൽ 12 ഗോത്രങ്ങളായി ഭിന്നിച്ചിരുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന, തനിയായിരുന്ന നാട്ടുരാജ്യങ്ങളെപ്പോലെ ആയിരുന്ന ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും ഒന്നിച്ചുകൊണ്ട് ഒറ്റ രാജ്യമായി യൂണിഫൈഡ് ആയിട്ടുള്ള ഐക്യമുള്ള ഒരു മഹാസാമ്രാജ്യമായി ഇസ്രായേലിനെ മാറ്റിയെടുത്തത് ദാവീദ് രാജാവാണ്. ഈ ദാവീദ് രാജാവിൻ്റെ ചരിത്രമാണ് രാജാക്കന്മാരുടെ 1-2 പുസ്തകത്തിലും സാമുവേലിൻ്റെ 1-2 പുസ്തകത്തിലും വളരെ വിശദമായി നമുക്ക് വിവരിച്ചു തരിക. ഇസ്രായേലിൽ 40 വർഷമാണ് ദാവീദ് രാജാവ് ഭരണം നടത്തിയത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും ശക്തമായ ഒരു നേതൃത്വമായിരുന്നു ദാവീദ് രാജാവിലൂടെ ഇസ്രായേലിന് ലഭിച്ചത്. ദാവീദ് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യുകയും ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കുകയും ഇസ്രായേലിന് എതിരാളികളും വൈരികളുമായിരുന്ന അനേക രാജ്യങ്ങളെ, ഏറ്റവും പ്രത്യേകമായി ഫിലിസ്ത്യരെ തുരത്തി ഓടിക്കുന്ന ഒരു ചരിത്രം നാം ദാവീദ് രാജാവിൻ്റെ ചെറുപ്പം മുതലുള്ള ചരിത്രത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നുണ്ട്. ബാലനായിരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിനെ പറ്റി തീഷ്ണതയാർന്ന ഹൃദയവും അരോഗദൃഢഗാത്രമായ ശരീരവും ബുദ്ധികൂർമ്മതയും ദൈവസ്നേഹവുമുള്ള ദാവീദ് രാജാവിനെ ഇസ്രായേലിൻ്റെ നേതാവായി നിയമിക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് നാം സാമുവേൽ പ്രവാചകനിലൂടെ നാം വായിക്കുന്നു. BC 1010 മുതൽ BC 970 വരെയുള്ള ഇസ്രായേലിൻ്റെ സമൃദ്ധമാർന്ന ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും മുക്തമായ ഒരു കാലഘട്ടമായിരുന്നു ദാവീദ് രാജാവിൻ്റെ കാലഘട്ടം. ദാവീദ് പോലും പക്ഷേ പാപത്തിൽ ഉൾപ്പെടുന്നതും അതിൻ്റെ ശിക്ഷയും അതിൻ്റെ ഭാരവും അനുഭവിക്കുന്നതുമൊക്കെ നമുക്ക് കാണാനാവും. ദാവീദ് രാജാവിന് ശേഷം ഇസ്രായേൽ ഭരിച്ച ഇസ്രായേൽ സാമ്രാജ്യം, വിശാലമായ ഇസ്രായേൽ രാജ്യം, ഐക്യം നിറഞ്ഞ ഇസ്രായേൽ രാജ്യം ഭരിച്ച രാജാവായിരുന്നു ദാവീദിൻ്റെ മകനായ സോളമൻ എന്ന് നമുക്കറിയാം. BC 970 മുതൽ ഇസ്രായേലിനെ ശക്തമായി നയിച്ച ഒരു രാജാവായിരുന്നു സാവൂൾ. സാവൂളിനെ പറ്റി നാം മനസ്സിലാക്കുന്നത് ഏറ്റവും ജ്ഞാനിയും ഏറ്റവും കൂർമ്മബുദ്ധിയും ഏറ്റവും നേതൃത്വ പാഠവുമുള്ള ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു സോളമൻ. സോളമൻ്റെ കാലത്താണ് ഇസ്രായേൽ ഏറ്റവും അധികം സമൃദ്ധി അനുഭവിച്ചത്. അനവധിയായ
സമ്പത്തും ഒരുപാട് നേട്ടങ്ങളും കൊയ്തെടുത്ത സോളമൻ രാജാവ് വിശാലമായ ഹൃദയവും വിശാലമായ ജ്ഞാനത്തിനും ഉടമയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ലോകത്തിലെല്ലാ രാജാക്കന്മാരെക്കാളും വിജ്ഞാനിയായ സോളമനായിരുന്നു ഇസ്രായേലിൻ്റെ ശക്തനായ രാജാവ്. എന്നാൽ ഈ സോളമൻ രാജാവ് അനേക സ്ത്രീകളെ വിവാഹം ചെയ്യുകയും അനേക സമ്പത്ത് സമാഹരിക്കുകയും അനേകം സൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്തു എന്ന ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇസ്രായേലിനെ ദൈവം രാജാവിനെ വാഗ്ദാനം ചെയ്തപ്പോൾ ഇസ്രായേലിലെ രാജാക്കന്മാരോട് വളരെ ശ്രദ്ധാപൂർവം ദൈവം കൽപ്പിച്ച ഒരു കൽപ്പനയായിരുന്നു, ഒന്നാമതായി ഒരുപാട് സ്വർണം സമാഹരിക്കരുത്, 2 ഒരുപാട് കുതിരകളെയും തേരുകളെയും സൈന്യങ്ങളെയും സമാഹരിക്കരുത്, 3 ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്യരുത്. ഈ 3 ദൈവത്തിൻ്റെ കൽപ്പനകളും ലംഘിക്കുന്ന സോളമൻ രാജാവിൻ്റെ ചരിത്രം, ആ ചരിത്രത്തോട് ശേഷം ഇസ്രായേലിൻ്റെ പതനം ആരംഭിക്കുന്നത് നമുക്ക് കാണാനാവും. ദൈവം ഇസ്രായേലിൻ്റെ രാജാക്കന്മാരെ നൽകിയെങ്കിലും ഉന്നതനായ സാവൂൾ, ദാവീദ്, സോളമൻ എന്നീ ശക്തരായ 3 രാജാക്കന്മാരെ നൽകിയെങ്കിലും 3 രാജാക്കന്മാരും തിന്മയിലേക്കും പാപത്തിലേക്കും വഴുതി വീഴുന്നതും ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിക്കുന്നതും ഈ ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഇസ്രായേലിൻ്റെ പരാജയം ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുടെ പരാജയം തന്നെയായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇസ്രായേൽ ആരാണ് എന്ന് ഇസ്രായേലിൻ്റെ നേതാക്കന്മാരിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോളമൻ്റെ ചരിത്രത്തിന് ശേഷം സോളമൻ്റെ നേതൃത്വ പാടവം നിറഞ്ഞ സമൃദ്ധി നിറഞ്ഞ നേതൃത്വത്തിന് ശേഷം തുടർന്നു വരുന്ന ചരിത്രങ്ങളിൽ നാം വായിക്കുന്നത് ഇസ്രായേലിൻ്റെ പതനമാണ്. സോളമൻ രാജാവിൻ്റെ ഭരണത്തിന് ശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിഭക്ത രാജ്യമായിരുന്ന ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെടുകയും 10 ഗോത്രങ്ങളടങ്ങിയ നോർത്തേൺ കിങ്ഡം ജെറോബവാമിൻ്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ, ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ ചേർന്ന് ഒരു രാജ്യമായി രൂപപ്പെടുകയും ഇസ്രായേലിലെ 2 ഗോത്രങ്ങൾ യൂദായും ബെഞ്ചമിനും ചേർന്ന് 2 ഗോത്രങ്ങളായി സദേൺ രാജ്യമായി യൂദാ രാജ്യമായി രൂപപ്പെടുന്നതിൻ്റെ ചരിത്രമാണ് തുടർന്ന് നാം വായിക്കുക. അപ്രകാരം പാരലലായി സമാന്തരമായി ഇസ്രായേലിൻ്റെ 2 രാജ്യങ്ങൾ ഒരേ സമയം മുന്നോട്ട് നീങ്ങുന്ന ചരിത്രം നാം കാണുമ്പോൾ ഇസ്രായേലിൻ്റെ നോർത്തേൺ കിങ്ഡത്തിൻ്റെ ഭാഗത്ത് അനേകം തിന്മകൾ സംഭവിക്കുന്നതായി കാണാൻ സാധിക്കും. ജെറോബവാമിൻ്റെ ഭരണത്തിന് കീഴിൽ 10 ഗോത്രങ്ങൾ ഇസ്രായേലിൻ്റെ ജീവിത രീതിയെ തന്നെ, വിശുദ്ധമായ ജീവിത രീതിയെ തന്നെ ഇസ്രായേൽ നൽകിയ ഉടമ്പടിയെ ലംഘിച്ചുകൊണ്ട് 2 ദേവാലയങ്ങളും 2 ആരാധനാ സ്ഥലങ്ങൾ നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോർത്തേൺ കിങ്ഡമായി ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി സമരിയ മാറുകയും ജെറുസലേം കേന്ദ്രമായി യൂദാ രാജ്യം മാറുകയും ചെയ്തു. ജെറുസലേമായിരുന്നു യൂദാ എന്ന വിഭക്ത രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി. അങ്ങനെ 2ആയി വിഭജിക്കപ്പെട്ട 2 രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുകയും പോരടിക്കുകയും ചെയ്യുന്ന ചിത്രം നമുക്ക് കാണാനാവും. ഇപ്രകാരം മുന്നോട്ട് നീങ്ങുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം പിന്നീട് നമുക്ക് കാണുന്നത് ഇസ്രായേലിൻ്റെ പതനമാണ്. ഇസ്രായേൽ രാജ്യം അസീറിയൻ അടിമത്തത്തിലേക്ക് പോകുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ ചുറ്റും ജീവിച്ചിരുന്ന അസീറിയൻ രാജ്യം ഇസ്രായേലിൻ്റെ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുകയും സമറിയായും ഇസ്രായേലിൻ്റെ എല്ലാ നഗരങ്ങളും കീഴടക്കുകയും ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ തച്ചുടയ്ക്കുകയും ഇസ്രായേലിൻ്റെ സമരിയായും ഇസ്രായേലിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളും ഇസ്രായേലിൻ്റെ പൂജാഗിരികളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ അസീറിയയിലേക്ക് നാടുകടത്തുന്നത് നമുക്ക് കാണാനാവും.
ഇതാണ് ഇസ്രായേലിൻ്റെ വിപ്രവാസ കാലഘട്ടം. ഇസ്രായേലിൻ്റെ കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ച് അവിടെ സ്ഥിരവാസം ചെയ്യുവാൻ ദൈവം നിയോഗിച്ച രാജ്യത്തിലെ 10 ഗോത്രങ്ങൾ നാമാവിശേഷമായി തീരുന്നതായി നമുക്ക് കാണാനാവും. അനേകായിരങ്ങളെ വാളിനിരയാക്കുകയും അടിമകളാക്കുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭൂഭാഗത്തിലേക്ക് ജനതയെ മുഴുവൻ നാടുകടത്തപ്പെടുന്നു. ഒരു ചെറിയ ജനത്തെ മാത്രം, നിസാരരും ബലഹീനരും രോഗികളുമായ ഒരു ചെറിയ വിഭാഗത്തെ ഒഴികെ ബാക്കി ഇസ്രായേലിലെ ഭൂരിഭാഗവും ജനത്തെ അസീറിയയിലേക്ക് നാടുകടത്തി. അങ്ങനെ നാടുകടത്തപ്പെട്ട ഇസ്രായേൽ ജനം BC 721-22 കാലഘട്ടങ്ങളിൽ അസീറിയയിൽ വിപ്രവാസത്തിൽ ജീവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുണ്ടാകുന്നതാണ് പിന്നീട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഇപ്രകാരം നാടുകടത്തപ്പെട്ട നശിപ്പിക്കപ്പെട്ട നോർത്തേൺ കിങ്ഡം അഥവാ ഇസ്രായേൽ എന്ന രാജ്യം നശിപ്പിക്കപ്പെട്ടപ്പോഴും BC 721 മുതൽ യൂദാ രാജ്യം മാത്രം നിലനിന്നിരുന്നു. 2 ഗോത്രങ്ങൾ മാത്രം, യൂദായും ബെഞ്ചമിനും മാത്രമുള്ള സദേൺ കിങ്ഡം 721 മുതൽ 587 വരെ അസീറിയയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടും കപ്പം കൊടുത്തുകൊണ്ടും മുന്നോട്ട് നീങ്ങിയിരുന്നു. എന്നാൽ BC 587 അസീറിയ ബാബിലോൺ കീഴടക്കുകയും അങ്ങനെ അസീറിയയുടെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേലിനെയും യൂദയായെയും ബാബിലോൺ കീഴടക്കുകയും യൂദയ എന്ന വിഭക്ത രാജ്യത്തെ കൂടി വിപ്രവാസത്തിലേക്ക് നാടുകടത്തുന്നതായി നമുക്ക് കാണാം. പല പ്രാവശ്യം യൂദയായ്ക്ക് രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്ന ബാബിലോൺ രാജ്യം BC 587 നെബൂഖദ്നേസറിൻ്റെ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മാർച്ച് ചെയ്യുകയും ജെറുസലേം ദേവാലയവും യൂദയ രാജ്യത്തുണ്ടായിരുന്ന സമസ്ത വസ്തുക്കളും തച്ചുടച്ചുകൊണ്ട് ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. അങ്ങനെ BC 587 ഇസ്രായേൽ സാമ്രാജ്യം നാമാവിശേഷമായി തീർന്ന് ആദ്യം അസീറിയയുടെ അടിമത്തത്തിലും തുടർന്ന് ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്കും ഇസ്രായേൽ കടന്നു പോകുവാനിടയായി. ഇത് ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ വളരെ ദുഃഖപൂർണവും സങ്കീർണവുമായ ഒരു ചരിത്രത്തിൻ്റെ ഒരു പുതിയ അധ്യായവും ഒരു പുതിയ പാഠവുമായി നമുക്ക് കാണാനാവും. BC 587 സോളമൻ നിർമ്മിച്ച അതിമനോഹരമായ ദേവാലയവും അതിമനോഹരമായ കൊട്ടാരവും നാമാവശേഷമായിക്കൊണ്ട് ഇസ്രായേലിൻ്റെ അവസാനത്തെ രാജാവായ സെദക്കിയായെ മരുഭൂമിയിൽ വെച്ച് പിടിക്കപ്പെടുകയും കണ്ണു ചുഴന്നെടുത്ത് ചങ്ങലയിട്ട് ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ നശിപ്പിക്കുകയും രാജവാഴ്ച എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ BC 1030 മുതൽ BC 587 വരെയുള്ള കാലഘട്ടം ഇസ്രായേലിലും യൂദയായിലുമായി 41 രാജാക്കന്മാരാണ് ഭരണം നടത്തിയത്. 100 വർഷത്തോളം ഭരിച്ച സോളമനും ദാവീദും സാവൂളും രാജ്യത്ത് വലിയ നന്മകൾ കൊണ്ടുവന്നുവെങ്കിലും ദാവീദും ഹെസക്കിയായും ജോസിയായും ഒക്കെ വലിയ മതനവീകരണം ഇസ്രായേലിൽ കൊണ്ടുവന്നുവെങ്കിലും ഈ 41 പേരിൽ 38 പേരും വലിയ തിന്മയുടെയും അരാജകത്വത്തിൻ്റെയും അനുഭവങ്ങൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. വിഗ്രഹാരാധന, വ്യഭിചാരം, അധർമ്മം, പാവങ്ങളോടുള്ള ചൂഷണം, ഇത് രാജ്യത്ത് നടമാടുവാനും ഇസ്രായേലിൻ്റെ പരാജയത്തിനും ഇസ്രായേലിൻ്റെ തോൽവിക്കും ഇസ്രായേലിൻ്റെ നാശത്തിനും കാരണമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇസ്രായേലിൻ്റെ രാജഭരണത്തിൻ്റെ നേട്ടങ്ങളെ നാം വിവരിക്കുകയാണെങ്കിൽ വളരെ സുവർണമായ ഒരു കാലഘട്ടമായിരുന്നു ഈ രാജഭരണത്തിൻ്റെ കാലഘട്ടം. ഭിന്നരായിരുന്ന, വിഭജിച്ചു കഴിഞ്ഞിരുന്ന ജനത മുഴുവൻ ഒന്നായി തീർന്നു. ഒന്നാമതായി ഇത് സുവർണ കാലഘട്ടമായിരുന്നുവെങ്കിൽ രണ്ടാമതായി ഒറ്റ ജനതയായി തീർന്ന ഒരു കാലഘട്ടമായിരുന്നു. മൂന്നാമതായി ജെറുസലേം ഇസ്രായേലിൻ്റെ നഗരമായി രൂപീകരിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗോത്രത്തിനും പ്രാതിനിധ്യമില്ല,
ഒരു ഗോത്രത്തിനും പ്രത്യേകതയില്ലാതെ എല്ലാവർക്കും തുല്യമായി എല്ലാവർക്കും വന്ന് ആരാധിക്കാൻ ഒറ്റ ദേവാലയം എന്ന ചിന്ത ഇസ്രായേലിൽ രൂഢമൂലമായി തീർന്നു. ശ്രേഷ്ഠരായ തലവന്മാരുണ്ടായപ്പോൾ യുദ്ധഭീഷണിയും ശത്രുഭീഷണിയും അവസാനിച്ചു. ഉദാഹരണമായി സോളമൻ, ദാവീദ് തുടങ്ങിയവരുടെ ഭരണകാലത്ത് ഇസ്രായേലിന് ശത്രുഭീഷണിയേ ഉണ്ടായിരുന്നില്ല. രക്ഷകനെ പറ്റിയുള്ള പ്രതീക്ഷ ഇസ്രായേലിൽ സർവ്വസാധാരണമായി തീർന്നു. ഇസ്രായേലിൻ്റെ രാജഭരണ കാലഘട്ടമായിരുന്നു പ്രവാചകന്മാരുടെ ഒരു ക്ലാസിക്കൽ കാലഘട്ടം എന്ന് നമുക്കറിയാം. ദൈവനിയോഗത്തെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാട് പ്രവാചകന്മാർ വഴി ഇസ്രായേലിന് ലഭിച്ച കാലഘട്ടമായിരുന്നു ഈ രാജഭരണ കാലഘട്ടം. വാമൊഴിയായി പ്രചരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ പൂർവ്വചരിത്രം ലിഖിതമായ കാലഘട്ടമായിരുന്നു ഈ രാജഭരണത്തിൻ്റെ കാലഘട്ടം. മോശയുടെയും ജോഷുവായുടെയും കാലത്ത് 10 പ്രമാണമായിരുന്ന ഇസ്രായേലിൻ്റെ പ്രമാണം 4 പാരമ്പര്യങ്ങളായി 4 വ്യത്യസ്ത അനുഭവങ്ങളായി രൂപപ്പെടുകയും അത് ലിഖിതമായി തീരുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഈ രാജാക്കന്മാരുടെ കാലഘട്ടം. എന്നാൽ ഇതോടൊപ്പം വളരെയേറെ ദൂഷ്യഫലങ്ങൾ ഇസ്രായേലിൻ്റെ രാജഭരണത്തിന് കാലഘട്ടത്ത് ഇസ്രായേലിനുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാമതായി തുല്യമാന്യതയും അവകാശവും ഉണ്ടായിരുന്ന, എല്ലാ ഗോത്രങ്ങൾക്കും തുല്യ അവകാശവും തുല്യമായ നീതിയും ലഭിച്ചിരുന്ന ഇസ്രായേലിൻ്റെ സംവിധാനം രാജാവിൻ്റെ ഗോത്രം ഉന്നത ഗോത്രമായി അവരോധിക്കപ്പെടുകയും ഉയർന്നതായി കണക്കാക്കുകയും ചെയ്യപ്പെട്ടു എന്നൊരു ദൂഷ്യഫലം, ഒരു വളരെ പ്രധാനപ്പെട്ട ദൂഷ്യഫലം ഈ കാലഘട്ടത്തിൽ വന്നു ഭവിച്ചു. സീനായ് ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രാമാണികമായിരുന്നു കരുതിയിരുന്ന ഇസ്രായേൽ രാജാവിൻ്റെ നിയമങ്ങൾ, രാജനിയമങ്ങൾ ഉടമ്പടിക്ക് തുല്യമാക്കപ്പെട്ടു. രാജാവ് പറയുന്നതും പ്രമാണങ്ങൾക്ക് തുല്യമായി കരുതുവാനുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തപ്പെട്ടു. ഗോത്രങ്ങളും കുടുംബങ്ങളും തമ്മിലുള്ള കലഹങ്ങളും വഴക്കുകളും നീതിന്യായ വ്യവസ്ഥ ശരിയായി തുല്യനീതി നൽകിയിരുന്നിടത്ത് രാജാവ് നീതി നിശ്ചയിക്കാൻ തുടങ്ങിയപ്പോൾ കോഴയും അല്ലെങ്കിൽ കോഴയുടെ തോറകൾ അവതരിക്കപ്പെട്ടു. കൈക്കൂലിയും കോഴയും ന്യായാധിപന്മാരും രാജാക്കന്മാരും വാങ്ങുന്ന രീതിയിലേക്ക് ഇസ്രായേലിൻ്റെ നീതിന്യായ സംവിധാനം തരം താഴ്ത്തപ്പെട്ടു. ഭൂമി ഇസ്രായേലിന് വളരെ വിശുദ്ധമായ ഒന്നായിരുന്നു. ലാൻഡ് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് ദൈവം ഇസ്രായേലിന് നൽകിയ പൈതൃക സ്വത്തായിരുന്നു. എന്നാൽ എല്ലാവർക്കും ഒരു തുണ്ട് ഭൂമി വേണം എന്നുള്ള രീതിയിൽ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇസ്രായേൽ കടന്നു വന്നു. ഭൂമിയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി. വിൽക്കുവാനും വാങ്ങുവാനുമുള്ള അവകാശം ജനത്തിന് നൽകപ്പെട്ടതോടുകൂടി ഭൂമിയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി. ഭരണകർത്താക്കളും ജനതയും തമ്മിലുള്ള തുല്യത കൽപ്പിക്കപ്പെട്ടു. അധികാരികളെയും ദൈവം നിയോഗിച്ചവരെയും ആദരണീയരായി കാണുന്നതിന് പകരം നാം തുല്യരാണ് എന്നുള്ളൊരു ചിന്ത രൂഢമൂലമായി തീർന്നു. ഇസ്രായേൽ മുൻപ് യുദ്ധം ചെയ്തിരുന്നത് ജീവിക്കാനും അവരുടെ സ്ഥിതി ഉറപ്പിക്കാനുമായിരുന്നെങ്കിൽ രാജഭരണ കാലഘട്ടത്തിൽ യുദ്ധം അഹങ്കാരത്തിനും ആഡംബരം കാണിക്കുന്നതിനും ശക്തി കാണിക്കുന്നതിനുമുള്ള ഒരു മാർഗമായി തീർന്നിരുന്നു. രാജകീയ പദവി ആഡംബരത്തിൻ്റെയും പ്രൗഢിയുടെയും നികുതി സമ്പാദിക്കുന്നതിൻ്റെയും കണ്ടുകെട്ടലിൻ്റെയും ഒക്കെ ഒരു സംസ്കാരത്തിലേക്ക് വളർന്നു. മതമേഖല വ്യാപാര കേന്ദ്രങ്ങളായി മാറ്റപ്പെട്ടു. ദൈവത്തെ സന്ദർശിക്കുവാൻ, ദൈവത്തെ കണ്ടുമുട്ടുവാൻ കാഴ്ചകളും ബലിവസ്തുക്കളുമായി വരണമെന്നുള്ള നിബന്ധനകൾ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി കാണപ്പെട്ടു. മതവും നീതിയും തമ്മിൽ, അല്ലെങ്കിൽ മതാത്മകതയും നീതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് ഇസ്രായേൽ തരം താഴ്ത്തപ്പെട്ടു. ഈ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ കടന്നു വരികയും അഴിച്ചുപണിക്കും നവീകരണത്തിനുമായി മുന്നറിയിപ്പും അനുശാസനങ്ങളും നൽകിയിരുന്നെങ്കിലും അത് കേൾക്കപ്പെടാതെയും അംഗീകരിക്കപ്പെടാതെയും പോയി. ഇപ്രകാരമുള്ള വലിയ ദോഷഫലങ്ങൾ ഇസ്രായേലിന് രൂപപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു രാജഭരണത്തിൻ്റെ കാലഘട്ടം. സ്നേഹം നിറഞ്ഞവരെ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നൽകിയ സമൃദ്ധിയും ദൈവം നൽകിയ ജ്ഞാനവും ദൈവം നൽകിയ ശക്തിയും
ഇസ്രായേലിനെ വലിയൊരു സാമ്രാജ്യമായി, ഒരു ശക്തിയായി, ഒരു വിശുദ്ധ ജനമായി ഉയർത്തുന്നതായി നാം കാണുന്നു. എന്നാൽ ഉടമ്പടിയോടുള്ള അവിശ്വസ്തതയും സമ്പത്തിനോടും അധികാരത്തോടും സുഖമോഹങ്ങളോടുമുള്ള ആസക്തിയും ഇസ്രായേലിനെ വലിയ പരാജയത്തിലേക്കും വലിയ ദുരിതത്തിലേക്കും കണ്ണുനീരിലേക്കും വിപ്രവാസത്തിലേക്കും തള്ളിവിടുന്നതിൻ്റെ ഒരു ചരിത്രം ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നാം വായിക്കുന്നു. അതിൻ്റെ ദൈവശാസ്ത്രപരവും അതിൻ്റെ ചരിത്രപരവുമായ സത്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടതിൻ്റെയും ഉടമ്പടികളോട് വിശ്വസ്തത പാലിക്കുന്നതിൻ്റെയും ആവശ്യമാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കുവാൻ നമ്മെ പ്രബോധിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത്. വിപ്രവാസത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു ദർശനവും ഇസ്രായേലിന് നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിൻ്റെ പുതിയൊരു ചരിത്രത്തിലേക്ക്, ചരിത്രത്തിൻ്റെ മറ്റൊരു ഏടിലേക്ക് കടക്കുന്നതിന് മുൻപ് ദൈവം ഈ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവഹിതത്തെ മനസ്സിലാക്കുവാൻ ഈ ചരിത്ര ഗ്രന്ഥം നമുക്ക് വഴികാട്ടുമ്പോൾ ആ മാർഗത്തിലൂടെ ചരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.